ഈ ഖത്തറുമായിട്ട് അമേരിക്കയുടെ ലോഹി, അതായത് ഇസ്രായേലിൻ്റെ ആ ഹോസ്റ്റേജസ് ഇഷ്യൂ കഴിഞ്ഞാൽ ഈ ഖത്തറിന് ഈ കൊടുത്തിരിക്കുന്ന വിസ ഓൺ അറൈവൽ എടുത്തു കളയാനുള്ള സാധ്യതയുണ്ട്. കാരണം മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ എടുത്തു കളയും. കാരണം അത് ട്രംപ് അഡ്മിനിസ്ട്രേഷനാണ് തീരുമാനിക്കുക ഖത്തർ ഏത് രീതിയിലാണ് ഈ പറയുന്ന ഈ മത തീവ്രവാദ രാഷ്ട്രങ്ങളുമായിട്ടും ഭീകരവാദികൾക്കും മിലിറ്റൻറ്റുമായിട്ടും ബന്ധപ്പെടുന്നത്. അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി അതേപോലെ തന്നെ സൗദി അറേബ്യയും UAEയും ഈ ഡിമാൻഡ് വെച്ചത്? അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റാണ് അമേരിക്കൻ വിസ കിട്ടുക എന്ന് പറയുന്നത്. അതായത് പാസ്പോർട്ടിൽ അമേരിക്കൻ വിസ കിട്ടുക എന്ന് പറയുന്നത് ഇത് ചെറിയൊരു കാര്യമൊന്നുമില്ല. കാരണം അമേരിക്കൻ വിസ പ്രോസസ്സ് എന്ന് പറയുന്നത് അതുമായിട്ട് ഈ പോകുന്നതിൽ ഇപ്പോൾ 100 പേര് പോയി കഴിഞ്ഞാൽ 20-30 പേർക്കേ കിട്ടത്തുള്ളൂ. കാരണം ഇത്രയും ഡേറ്റൊക്കെ താങ്ങിയിരുന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ വലിയ പ്രോസസ്സാണ്. അതായത് ഇപ്പം നമുക്ക് ഇൻകം ടാക്സും സംഭവം മാത്രം മറ്റുള്ള പ്രൊഫൈലും എല്ലാം ഇത് മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അമേരിക്ക വിസ കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് കയറി ദുബായി പോകുന്ന പോലെയല്ല. അമേരിക്കൻ വിസ ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്.